അങ്ങനെ നമ്മുടെ ദൂരദർശൻ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് നിരവധി TV ചാനലുകൾ കാണാം, അതുപോലെ സിനിമകൾ കാണാം, പിന്നെ ഗെയിമുകൾ കളിക്കാം, FM റേഡിയോ ചാനലുകൾ നമുക്ക് ഇതിലൂടെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത്തരം ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും വേവ്സ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ദൂരദർശൻ്റെ ഈ ഒരു സൗണ്ട് കേൾക്കാം. പിന്നെ നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണിക്കുക. ഇവിടെ നമുക്ക് സിനിമകൾ ഇവിടെ കുറേയധികം സജഷൻസ് കാണിച്ചിട്ടുണ്ടാവും. ഇത് കൂടാതെ ഇവിടെ നമുക്ക് മൂവീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നാൽ സിനിമകളൊക്കെ കാണാം. ജസ്റ്റ് ഏതാണോ പ്ലേ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, വാച്ചിന് കൊടുക്കുക. പിന്നെ ഇതിലും ഒരു പ്രീമിയം സർവീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഫ്രീ ഉണ്ടാകാൻ മതിയല്ലോ. കണ്ട് ഡോക്യുമെൻ്ററി, ഡ്രാമ, ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറികളായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും കേട്ടോ. നിരവധി സിനിമകളുണ്ട് ഇതിൽ. ഞാൻ ജസ്റ്റ് 1-2 ഇത് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഷോസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നാൽ ദൂരദർശനിൽ മുമ്പ് എന്നുള്ള നിരവധി ഷോകൾ കാണാൻ സാധിക്കും. കുറേ ഇതിഹാസവും മറ്റു പലതും ഉണ്ട് ഇതിൽ. മലയാളമൊക്കെ കുറച്ച് ചേർത്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ നമുക്കിവിടെ ഗെയിംസ് എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ ഗെയിമുകൾ കളിക്കാം. ധാരാളം ഗെയിമുകളുണ്ട്. കുറേ പുരാണമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, അല്ലാത്തതൊക്കെ ഉണ്ട്. താഴെയായിട്ട് ലൈവ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നാൽ നിരവധി ചാനലുകൾ കാണാൻ സാധിക്കും. ഇതിൽ ദൂരദർശൻ്റെ മാത്രമല്ല മറ്റു ചില ചാനലുകളുണ്ട്. ഇപ്പോൾ B4 ഒക്കെ ഉണ്ട്. ഇപ്പുറത്ത് ഇവിടെ റേഡിയോ എന്ന് സെലക്ട് ചെയ്യുന്നതിൽ ആകാശവാണിയുടെ റേഡിയോ ചാനലുകൾ നമുക്ക് ആസ്വദിക്കാം.